നടിമാരുടെ വെളിപ്പെടുത്തൽ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡ് തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാൻ അമ്മയിലെ ഒരു വിഭാഗം നടിമാർ. കുക്കു പരമേശ്വരന്റെ കൈവശമുള്ള കാർഡ് പുറത്തുപോയാൽ അത് സ്വകാര്യതയെ ബാധിക്കുമെന്നും ജീവന് തന്നെ ഭീഷണിയാകുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതിയെ സമീപിക്കുന്നത്. അതേസമയം വിവാദം തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന മാലാ പാർവതിയുടെ വിമർശനം ഉഷാ ഹസീന തള്ളി. നടിമാരായ പൊന്നമ്മ ബാബു, പ്രിയങ്ക, ഉഷാ ഹസീന എന്നിവരാണ് കുക്കു പരമേശ്വരനെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. അതേസമയം മത്സരത്തിൽ നിന്നും പിന്മാറുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നടി കുക്കു പരമേശ്വരൻ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ താരസംഘടനയായിട്ടുള്ള അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. അതിലാണ് ഈ കുക്കു പരമേശ്വരനെതിരായിട്ടുള്ള ഗുരുതരമായ ആരോപണം. ഇത് ഈ നടിമാർ പറയുന്നതനുസരിച്ച് ഈ മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ്റെ കയ്യിലുണ്ടെന്നും അത് താരങ്ങൾക്ക് തൻ്റെ കരിയറിലെ നേട്ടങ്ങൾക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി, അമ്മ സംഘടനയിലേക്ക് ഉയർച്ചയ്ക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കുക്കു പരമേശ്വരൻ നടന്മാർക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ടൊരു ആരോപണം. എന്നാൽ ഇത് ഈ വിവാദം ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമെന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്, അതിനെ വിമർശിച്ചുകൊണ്ട് മാലാ പാർവതി അടക്കം കുക്കു പരമേശ്വരനെ അനുകൂലിച്ച് രംഗത്തെത്തുന്നുമുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ ചർച്ചയായിരുന്നു ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് നടന്നത്. വലിയ വാദപ്രതിവാദങ്ങൾ, പരസ്പരം കുറ്റപ്പെടുത്തുകയും ഇതാരാണ് കുറ്റക്കാര്, അല്ലെങ്കിൽ ഇതാരാണ് ഇതിനൊക്കെ കള്ളത്തരം കാണിക്കുന്നതെന്ന തരത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിലായിരുന്നു നടി മാലാ പാർവതി ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അതിലവർ പറയുന്നത് നടൻ ബാബുരാജിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നടിമാരാണ് ഇങ്ങനെ ഒരു മെമ്മറി കാർഡിന്റെ കാര്യം പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. അത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് കുക്കു പരമേശ്വരൻ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ അല്ലെങ്കിൽ മത്സരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം 2018 നടന്ന യോഗം എന്ന് പറയുന്നു. ഇത്രയും വർഷമായിട്ട് ഈ മെമ്മറി കാർഡിനെ കുറിച്ചോ ഈ മെമ്മറി കാർഡ് കാണാതായതിനെ കുറിച്ചോ ഒന്നും യാതൊരു വലിയ ചർച്ച ഒരു വേദിയിലും നടന്നിട്ടില്ല. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നു, അതിനിടയിൽ ജനറൽ ബോഡി ചേരുന്നു, കുടുംബയോഗം ചേരുന്നു. അന്നെന്നും ആശങ്കയില്ലാത്ത നടിമാർക്ക് പെട്ടെന്ന് എന്താണ് ഒരു ആശങ്കയും, പിന്നീട് കുക്കു പരമേശ്വരൻ അതുമായി ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നതും പ്രസ്താവനകൾ നടത്തുന്നതുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന ഗുരുതരമായ ആരോപണമായിരുന്നു നടി മാലാ പാർവതി ഉന്നയിച്ചത്. ഒപ്പം ഈ ആദ്യം ഈ മെമ്മറി കാർഡിന്റെ വിഷയം പറയുന്നത് നടി ഉഷയായിരുന്നു. ഉഷയ്ക്ക് താൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം മാലാ പാർവതി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് ദിവ്യ എസ് അയ്യരെയോ മെറിൻ IPSനെയോ ഇക്കാര്യം വിളിച്ചറിയിക്കൂ. കാരണം ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്, ക്രിമിനൽ കുറ്റമാണ്. ഇങ്ങനെ സ്ത്രീകൾ അവരനുഭവിച്ച വേദനകൾ പറയുന്നുണ്ട്, പിന്നീട് അത് പകർത്തി പിന്നീട് നടന്മാർക്ക് കൈമാറുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമാണ്. അതിന് കൃത്യമായിട്ടുള്ള നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്ന് ഉഷയ്ക്ക് നമ്പർ അടക്കം അയച്ചു കൊടുത്തതിന്റെ ചാറ്റും മാലാ പാർവതി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഉഷ പോലും ഇതുമായി ഒരു നടപടിക്ക് മുന്നോട്ട് വരികയും ഇവരെ ആരെ വിളിച്ച് വിഷയങ്ങൾ സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് മാലാ പാർവതി ഇതിലൊരു സംശയം, ഇവരെ എല്ലാം ഒരു സംശയ നിഴലിലാക്കുകയും ചെയ്തത്. പിന്നീട് എന്നാലും ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് പരസ്യ പ്രസ്താവനകളൊന്നും പാടില്ല എന്നതുകൊണ്ട് പിന്നീട് ഈ മാലാ പാർവതി ഈ പോസ്റ്റ് ഹൈഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. രാവിലെ ന്യൂസ് 18 മാലാ പാർവതി ഇക്കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു. പക്ഷെ നടി ഉഷ മാലാ പാർവതിയെ തള്ളി വീണ്ടും രംഗത്തെത്തുകയും ചെയ്തു. ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല, കുക്കു പരമേശ്വരൻ പലരെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇനിയും ഭീഷണി ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞതെന്നാണ് നടി ഉഷ പറയുന്നത്. പ്രധാനപ്പെട്ട താരങ്ങൾ ആരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുവാനോ ഇതൊരു ചർച്ചയ്ക്ക് എടുക്കുവാനോ മെമ്മറി കാർഡ് എവിടെയെന്ന് കണ്ടെത്തുവാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നടി ഉഷയും പ്രിയങ്കയും പൊന്നമ്മ ബാബുവും കോടതി അടക്കം സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുക്കു പരമേശ്വരൻ ഈ മെമ്മറി കാർഡ് തിരിച്ചു നൽകണം, അല്ലെങ്കിൽ കണ്ടെത്തി നൽകണം, ഇത്തരത്തിലുള്ള ഭീഷണിപ്പെടുത്തുന്ന നടപടി അവസാനിപ്പിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോടതിയെ സമീപിക്കാനായി ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പത്രിക തള്ളിയതിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സാന്ദ്രയുടെ വാർത്തകളിലേക്ക്.
വരണാധികാരി എന്ന് പറയുന്നത് കഴിഞ്ഞ 25 വർഷമായിട്ട് ഒരേ ഒരു വ്യക്തിയാണ്. അതിൽ തന്നെ വളരെ വ്യക്തമാണ് ഇത് നിഷ്പക്ഷമല്ല, ഇതിനകത്ത് നിഷ്പക്ഷതയില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. 25 വർഷമായിട്ട് ഒരേ ഒരു വ്യക്തിയാണ് ഇതിന്റെ വരണാധികാരിയായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളെയാണ് ഭരണാധികാരിയായി വെച്ചിരിക്കുന്നത്. ഈ ഭരണാധികാരി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ നേരിട്ട് കാണുകയും അദ്ദേഹത്തെ എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് 100% എന്റെ ഭാഗത്താണ് ശരിയെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞതാണ്. 100% എന്റെ ഭാഗത്താണ് ശരിയെങ്കിലും എനിക്ക് വേറെ നിവൃത്തിയില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പൊ എന്താണ്, അദ്ദേഹം ഒരു പ്രായമായ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ പോകുന്നതിനോട് എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അതൊന്നും അവിടെ പറയാതിരുന്നത്. പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഗുണ്ടായുസവും കാടത്തവും ആണ്, അവരുടെ കയ്യൂക്കുമാണ് ഇന്നലെ അവരവിടെ കാണിക്കാനായിട്ട് ശ്രമിച്ചത്. നവമി ദിനേശ് വീണ്ടും. നവമി, ഇന്നലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആസ്ഥാനത്ത് നാടകീയമായ സംഭവങ്ങളുണ്ടായതാണ്. പരസ്യമായ പ്രതിഷേധവുമായി സാന്ദ്ര തോമസ് രംഗത്തെത്തുന്നു. ഏറ്റവും ഒടുവിൽ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നു. എന്താണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉടലെടുക്കുന്ന സംഭവവികാസങ്ങൾ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം സാന്ദ്ര തോമസ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് മുതലാണ് സാന്ദ്ര തോമസ് നിർമ്മാതാക്കൾക്ക് വലിയ ശത്രുവായി മാറിയത്. പിന്നീട് സാന്ദ്ര പല പരസ്യ പ്രസ്താവനകളുമൊക്കെ നടത്തിയതും ചില നിർമ്മാതാക്കൾക്കെതിരെ പരാതിയുമായി കോടതിയിൽ വരെ എത്തിയതുമൊക്കെ ഇവരെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കോ ട്രഷറർ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഇതിലെ കമ്മിറ്റിയിൽ പോലും സാന്ദ്ര തോമസ് വരണ്ട എന്ന ചിലരുടെ നിർബന്ധം തന്നെയാണ് ഇന്നലെ കണ്ട നാടകീയമായിട്ടുള്ള ചില നീക്കങ്ങളും. സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളുന്നു, പിന്നീട് വാക്കുതർക്കം, ഭരണാധികാരിയുമായി സാന്ദ്ര തോമസിന് ഉണ്ടായ വാക്കുതർക്കം, സുരേഷ് കുമാറുമായിട്ടുള്ള വാക്കുതർക്കം, ഇതെല്ലാം തന്നെ വളരെ നാടകീയമായിട്ടായിരുന്നു ഇന്നലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഓഫീസിൽ അരങ്ങേറിയത്. എന്തായാലും സാന്ദ്ര തോമസ് പിന്നോട്ടില്ല, നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സാന്ദ്ര ഉന്നയിക്കുന്നത്. ഒന്ന്, ഭരണാധികാരിയെ പോലും നിയമിച്ചത് അനധികൃതമായിട്ടാണ്. വർഷങ്ങളായി ഒരാൾ തന്നെ ഭരണാധികാരിയായി തുടരുന്നു. മുൻവിധിയോടെ തന്റെ പത്രിക തള്ളുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. രണ്ടാമത്, ബൈലോ പ്രകാരം ഒരു നിർമ്മാതാവിന്റെ പേരിൽ സെൻസസ് സർട്ടിഫിക്കറ്റ് 3 സിനിമകൾക്ക് സെൻസസ് സർട്ടിഫിക്കറ്റ് ലഭിക്കണമെന്നാണ്. പക്ഷെ ഇവിടെ സാന്ദ്ര തോമസിന്റേത് പേരിൽ 2 സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തത് നേരത്തെ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന, അതായത് ഫ്രൈഡേ ഫിലിംസുമായി വിജയ് ബാബുമായി ചേർന്ന് നിർമ്മിച്ച സിനിമയുടെ സർട്ടിഫിക്കറ്റ് ആണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഭരണാധികാരി പറയുന്നത്. പക്ഷേ സാന്ദ്ര തോമസിന്റെ പേരിൽ തന്നെയാണ് ചെയ്ത പടങ്ങളുടെ എല്ലാം സർട്ടിഫിക്കറ്റ് ഉള്ളത്. അത് കമ്പനി മാറിയെങ്കിൽ പോലും സാന്ദ്ര തോമസിന്റെ സർട്ടിഫിക്കറ്റിൽ, ഈ സെൻസസ് സർട്ടിഫിക്കറ്റിൽ മാറ്റം വന്നിട്ടില്ല. അത് കാണിച്ചിട്ട് പോലും ഭരണാധികാരി ഇത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ഇതെല്ലാം തന്നെ ചില നിർമ്മാതാക്കളുടെ ഗൂഢ ലക്ഷ്യമാണ്, കാടത്തമാണ്, ഗുണ്ടായുസമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നടക്കുന്നതെന്നാണ് സാന്ദ്ര തോമസ് ആവർത്തിച്ചു പറയുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും ഒരു ഇത്തരത്തിൽ പത്രികയുടെ സൂക്ഷ്മ പരിശോധന വേദിയിൽ പോലും മാധ്യമങ്ങൾക്ക് പ്രവേശനം ഉള്ളതല്ല സാധാരണ. പക്ഷെ ഇന്നലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ മാധ്യമങ്ങളെ ഉള്ളിലേക്ക് കടത്തുന്നു. ഈ സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളുന്നതിന് മുൻപായിട്ടുള്ള പല നാടകീയ സംഭവങ്ങളും ഒക്കെ അവിടെ അരങ്ങേറുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തന്നെ സാന്ദ്ര പറയുന്ന സാഹചര്യം ഉണ്ടായി. തന്നെ മനഃപൂർവ്വം തന്റെ പത്രിക തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള നാടകമാണ് ഇവിടെ നടക്കുന്നതെന്ന് ഇന്നലെ തന്നെ സാന്ദ്ര മാധ്യമങ്ങളോടടക്കം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സാന്ദ്ര തീരുമാനിച്ചിരിക്കുന്നത്. ചിലരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് തനിക്കെതിരായിട്ടുള്ള ഈ അനീതി നടക്കുന്നതെന്നാണ് സാന്ദ്ര തോമസ് ആവർത്തിച്ചു പറയുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.